കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായി ഫെബ്രുവരിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടിയെ തുടർന്ന് സംസ്ഥാനത്തേക്ക് 100 പദ്ധതികളിലായി 36,000 കോടി രൂപയുടെ നിക്ഷേപം എത്തിയെന്ന് സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് അറിയിച്ചു. ഈ നിക്ഷേപങ്ങളിലൂടെ 50,000-ഓളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആലുവ ചുണങ്ങംവേലിക്കടുത്ത് ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിലൂടെ വന്ന 100ാമത്തെ പദ്ധതിയായ NDR സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വെയർഹൌസിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ശൃംഖലയ്ക്ക് തറക്കല്ലിട്ടുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമുക്കെല്ലാവർക്കും സന്തോഷകരവും അഭിമാനകരവുമായ ഒരു സന്ദർഭമാണിത്. NDR ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് കമ്പനികളിലൊന്നാണ്. അവരുടെ സാന്നിധ്യം ആലുവയ്ക്ക് മാത്രമല്ല കേരളത്തിൻ്റെ ലോജിസ്റ്റിക് മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ്. ഇവിടെ 2 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ 200 കോഴ്സ് 200 or 250 ക്രോസ് 250 കോടിയുടെ നിക്ഷേപമാണ് വരുന്നത്. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. 1,690 കോടിയുടെ പദ്ധതികൾ ഇന്നലെ അവിടെ കല്ലിടല് പ്രൊജക്ട് പ്രഖ്യാപനമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് മർസുക്കി ഹോൾഡിങ്സ്, അവരുടെ 800 കോടി ടെക്നോ പാർക്കിൽ വലിയ 2 ടവറുകൾ. ഇപ്പം നമ്മൾ 4:7 ആക്കി. ഇപ്പോൾ നേരത്തെ ഉള്ളതിൻ്റെ ഇരട്ടി ഈ സ്ഥലത്ത് നിങ്ങൾക്ക് പണിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആലുവ തന്നെ കളമശ്ശേരി ബിനാനി സിംഗിൻ്റെ സ്ഥലത്ത് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് കമ്പനി പെനറ്റോണി, US കമ്പനി പെനറ്റോണി MD ഇന്നലെ വന്നിരുന്നു. പിന്നെ ഇന്നലെ ഒരു ദിവസമാണ് അദ്ദേഹം വരുമ്പോൾ. ഇന്നലെ വെനസ്ഡേ ആയതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്താണല്ലോ. അങ്ങനെ അവിടെ അവരുടെ എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കുകയുണ്ടായി. ബിനാനി സിംഗിൻ്റെ കമ്പനിയും പെനറ്റോണിയും. അത് 800 കോടിയുടെ ഫസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ 1,650 കോടിയുടെ 2 പദ്ധതികൾ, ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കൊച്ചിയിലും. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ സിസ്റ്റോം ഇലക്ട്രോണിക്സ് 100 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നേരത്തെ ഞാൻ ഉദ്ഘാടനം ചെയ്തതാണ്. അവരുടെ ലോക വിപണിയിലേക്ക് പോകുന്ന 6 പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തു. വൈഫൈ, മറ്റ് സൗകര്യങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആപ്പിളിനെ പോലും സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് കൂടി കൊടുക്കുന്ന രൂപത്തിലുള്ള 6 പ്രൊഡക്റ്റുകളാണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞ് ട്രെയിനിൽ പോരാതെ വണ്ടിയിൽ വന്ന് വർക്കലയിൽ ഒരു 5 സ്റ്റാർ റിസോർട്ട് WGH, നമ്മുടെ ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലും വരുന്നുണ്ട് അവരുടെ വലിയൊരു 5 സ്റ്റാർ ഹോട്ടൽ. അതിൻ്റെ കല്ലിടൽ കർമ്മം അവിടെ നിർവഹിച്ചു. അപ്പോൾ 1,700 കോടി 8 ദിവസം കേരളത്തിലേക്ക് നിക്ഷേപം. ഇപ്പോൾ 290, 250. അപ്പോൾ ഏകദേശം 2,000 കോടി 2 ദിവസം കൊണ്ട് കേരളത്തിലേക്ക് വന്നിരിക്കും. വന്നവരെല്ലാം വളരെ പ്രഗത്ഭരായ സ്ഥാപനങ്ങൾ, പ്രഗത്ഭമായ ചരിത്രമുള്ള സ്ഥാപനങ്ങളാണ്. പെനറ്റോണി, അതുപോലെ തന്നെ മർസുക്കി ഹോൾഡിംഗ്, ഇപ്പോൾ NDR, ഇവരെല്ലാം തന്നെ ലോകോത്തര നിലവാരമുള്ള കമ്പനികളാണ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഞാൻ 3 ദിവസം മുമ്പ് പുളിയനത്ത് അവിഗ്ന ലോജിസ്റ്റിക്സ് ഉദ്ഘാടനം ചെയ്തു. കല്ലിടലല്ല, ഉദ്ഘാടനം നിർവഹിച്ചു. അവിഗ്നയും ചെന്നൈയാണ് അവരുടെ ബേസ്, ബാംഗ്ലൂരാണ് ഹെഡ് ക്വാർട്ടർ. അങ്കമാലി മണ്ഡലത്തിൽ അവിഗ്നയുടെ പുതിയ ലോജിസ്റ്റിക് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഇപ്പോൾ അത് 99ാമത്തെ പദ്ധതിയാണ് നമ്മുടെ ലോജിസ്റ്റിക്, നമ്മുടെ IKGS ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ വന്നതിൽ 100ലേക്ക് എത്തുകയാണ്. സാധാരണ സബ്മിറ്റുകളിൽ ഒപ്പിടുന്ന ധാരണാപത്രങ്ങളുടെ 10 മുതൽ 10 to 15% കൺവെർട്ട് ചെയ്യാറുള്ളൂ. ബാക്കി പ്രഖ്യാപനമൊക്കെ വളരെ ഗംഭീരമായിട്ട് നമ്മളായാലും ബാക്കി എല്ലാവരും നടന്നു. ചില സ്റ്റേറ്റിൻ്റെ പ്രഖ്യാപനം ഞാൻ നോക്കിയപ്പോൾ അവരുടെ GDPയുടെ ഇരട്ടിയുണ്ട് പ്രഖ്യാപനം, അത്ര വരുമെന്നുള്ളൂ. പക്ഷേ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ചെയ്യുകയുണ്ടായി, ഈ പ്രഖ്യാപനവും റിയാലിറ്റി എങ്ങനെ നിൽക്കുന്നു. അപ്പോൾ 10 to 15% നമ്മുടെ ഇപ്പോൾ തന്നെ 24% കൺവെർട്ടഡ് ടു കൺസ്ട്രക്ഷൻ സ്റ്റേജ്. UAE ജാനുവരി ആകുമ്പോൾ ഒരു 40% ആകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്.
നിക്ഷേപ നിർദ്ദേശങ്ങൾ പദ്ധതികളാക്കി മാറ്റുന്നതിൽ കൺവേഷൻ റേറ്റിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുന്നിലാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് 14-15%. എന്നാൽ കേരളത്തിൽ നിക്ഷേപ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ നിരക്ക് 24%, മന്ത്രി അറിയിച്ചു. 250 കോടി രൂപ മുതൽ മുടക്കിൽ NDR സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിക്കുന്ന എ ഗ്രേഡ് വെയർഹൌസിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിന്റെ ശിലാസ്ഥാപനമാണ് മന്ത്രി നടത്തിയത്. സർവേശ്വരൻ്റെ അനുഗ്രഹത്തോടെ പദ്ധതി ഏറ്റവും വിജയകരമായി പൂർത്തിയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Ladies and gentlemen, here we have stall unveiling ceremony, the plug unveiling ceremony. Let's make it better. 16 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പദ്ധതി പൂർത്തിയാക്കുന്നതോടെ FMCG ഫാർമസ്യൂട്ടിക്കൽസ്, ഇ-കൊമേഴ്സ്, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്, 3PL മേഖലകൾക്ക് അത്യാധുനിക സേവനവും ലഭിക്കും. കൂടാതെ 300 പേർക്ക് ഇവിടെ നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കും. സംസ്ഥാനത്തിന്റെ ലോജിസ്റ്റിക് വികസനത്തിനും നവീകരണത്തിനും ഈ പദ്ധതി വലിയ പിന്തുണ നൽകുമെന്ന് NDR സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജ് ശ്രീനിവാസൻ പറഞ്ഞു. ഈ പദ്ധതി മേഖലയിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾക്കും വിതരണ ശൃംഖലയുടെ കാര്യക്ഷമതയ്ക്കും കാര്യമായ സംഭാവന നൽകും. ഇങ്ങനെയുള്ള സംരംഭങ്ങൾ വന്നാൽ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ നാടിന്റെ ഗ്രോത്ത് വർദ്ധിക്കും, തൊഴിലവസരങ്ങൾ ഉണ്ടാകും, അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ലോകോത്തര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള കേരളത്തിന്റെ കാഴ്ചപ്പാടിന് ഈ സംരംഭം കരുത്ത് പകരും. 2026 മാർച്ചോടെ പദ്ധതി കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് രാജ് ശ്രീനിവാസൻ വ്യക്തമാക്കി. The project is expected to generate employment for over 200 to 300 people directly and indirectly, contributing to Kerala's industrial growth and logistics modernization. This project is a tribute to Kerala's progressive spirit, a state which combines natural beauty with human brilliance. സുസ്ഥിര രൂപകൽപ്പനയ്ക്ക് പ്രാധാന്യം നൽകി EDG സർട്ടിഫിക്കേഷൻ നേടുന്ന ഈ കേന്ദ്രത്തിൽ കാര്യക്ഷമമായ സ്റ്റോക്ക് മാനേജ്മെന്റിനായി സെമി ഓട്ടോമേറ്റഡ്, ഫുള്ളി ഓട്ടോമേറ്റഡ് സംവിധാനം സജ്ജീകരിക്കും. ആലുവ MLA അൻവർ സാദത്ത്, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് IAS, പഞ്ചായത്ത് പ്രസിഡന്റ് സതി ലാലു, വാർഡ് കൗൺസിലർ സാജു മത്തായി, NDR സ്പേസ് ബിസിനസ് ഹെഡ് ശ്രീനിവാസൻ N, ഏരിയ മാനേജർ കേരള NDR സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് തോമസ് T പൊട്ടംകുളം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു.